എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 6 ശ്ലോകം 51, 52, 53, 54, 55 5 ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 6ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ആ സൗഭരി മഹർഷിയുടെ പശ്ചാത്താപ വിവശനായിട്ട് അദ്ദേഹം വിലപിക്കണം. കഷ്ടം, ഞാനിന് ഇങ്ങനെ വിഷയാസക്തനായിട്ട് ഭവിച്ചുല്ലോ, ഇനി ഇതിൽ നിന്നൊരു മുക്തി നേടണം, മോക്ഷം തന്നെ നേടണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോണു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 51. സംഗം ത്യജേത മിഥുനവ്രതിനാം മുമുക്ഷു സർവാത്മനാ ന വിസൃജേൽ ബഹിരിന്ദ്രിയാണി ഏകശ്ചരൻ രഹസി ചിത്തമനന്തൈഷേ യുഞ്ജീത തൽവ്രതിഷു സാധുഷു ചേൽ പ്രസംഗ. മുമുക്ഷു മോക്ഷേച്ഛയുള്ളവൻ, സർവാത്മന നിശ്ചിതമായ ഭാവത്തോടുകൂടി, മിഥുനവ്രതിനാം ദാമ്പത്യധർമ്മികളുടെ സംഘം ത്യജേൽ ചേർച്ചയെ ത്യജിക്കണം. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, ബഹി ന വിസൃജേൽ പുറത്തേക്ക് വിടരുത്. രഹസി വിജനസ്ഥലത്തിൽ, ഏകച്ഛരൻ ഏകനായി സഞ്ചരിക്കുന്നവനായിട്ട്, ചിത്തം ചിത്തത്തെ, അനന്തേ ഈശേ അപരിച്ഛിന്നനായ ഈശ്വരനിൽ, യുഞ്ജീത യോജിപ്പിക്കണം. പ്രസംഗ ചേത് സംസർഗം ഉണ്ടാകുന്ന പക്ഷം, തത് വ്രതിഷു ഈശ്വരനിൽ വ്രതത്തോടുകൂടിയ, സാധുഷു സാധുക്കളിൽ കാര്യ ചെയ്യത്തക്കത്. ഒരു മുമുക്ഷുവിന്റെ കർത്തവ്യം എന്തൊക്കെയാണെന്ന് പറയണം. സംസാര ക്ലേശങ്ങളിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹമുള്ള പുരുഷൻ സ്ത്രീകളോട് ചേർന്ന് വിഷയസുഖഭോഗങ്ങളെ അനുഭവിച്ചിരിക്കുന്നവരോടുള്ള ചേർച്ചയെ തീരെ ഉപേക്ഷിക്കണം. അതാണ്. ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഏകാന്തവാസം ചെയ്ത് തന്നെ, അതായത് മുനിമാരെല്ലാം വനത്തിൽ തന്നെ പോണത്. ഈ സംസാരത്തില് ഗൃഹത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും അതുപോലെയുള്ള ദൃശ്യങ്ങളാണ് കാണുക, അല്ലെ? അപ്പൊ അതുപോലെയൊക്കെ എല്ലാവരുമായിട്ട് ഇടപെടേണ്ടി വരും. അപ്പൊ വീണ്ടും വിഷയസുഖത്തിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങള് അതിലേക്ക് തന്നെ പോകും. അതിനൊന്നും അനുവദിക്കരുത്. ശബ്ദാദി സുഖ വിഷയങ്ങളിൽ പ്രവേശിക്കാൻ ഒരു കാലത്തും അനുവദിക്കരുത്. സംസാര ക്ലേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നു. ഏകാന്തത്തിൽ വസിക്കണം. എല്ലാ സർവസ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന, ദേശകാല വസ്തു പരിച്ഛേദമില്ലാതെ എങ്ങും നിറഞ്ഞിരിക്കുന്ന സർവേശ്വരനിൽ മനസ്സ് ഉറപ്പിക്കണം. എവിടെയെങ്കിലും സംസർഗം എവിടെയെങ്കിലും വേണം, ആരോടെങ്കിലും വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വരനെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളോട് മാത്രമേ സംഘം ഉണ്ടാവാൻ പാടുള്ളൂ. സജ്ജനങ്ങളോടുള്ള സംസർഗം വീണ്ടും ഈശ്വരനിലേക്ക് തന്നെ നമ്മളെ നയിക്കും. അതുകൊണ്ട് അവരോട് മാത്രമേ സംഘം ചെയ്യാൻ പാടുള്ളൂ. തപസ്യഹമഥാംഭസി മത്സ്യസംഗാൽ പഞ്ചാശദാസമുദ പഞ്ചസഹസ്രസർഗ നാന്തം വ്രജാമ്യഭയകൃത്യ മനോരഥാനാം മായാഗുണേർ ഹൃതമത് വിഷയേർത്ഥഭാവ. അഹം ഏക തപസി ആസം. ഞാൻ ഏകനായ തപസ്യായി ഭവിച്ചു. അഥാ അംഭസി അനന്തരം അംഭസിൽ മത്സ്യസംഗാൽ മത്സ്യങ്ങളോടുള്ള ചേർച്ചയാൽ പഞ്ചാശലാസം 50 ആസം 50 ഭവിച്ചു. ഉദ പഞ്ചസഹസ്രസർഗ ആസം പിന്നെ 5000 സൃഷ്ടിയായി ഭവിച്ചു. ഉഭയകൃത്യ മനോരഥാനാം ഉഭയകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള മനോരഥങ്ങളുടെ അന്തം ന വ്രജാമി അവധിയെ പ്രാപിക്കുന്നില്ല. മായാഗുണൈ മായാഗുണങ്ങളാൽ ഹൃതമതി ഹരിക്കപ്പെട്ട വിചാരത്തോടു കൂടിയവനായിട്ട്, വിഷയത്തിൽ അർത്ഥഭാവ പുരുഷാർത്ഥഭാവത്തോടു കൂടിയവനായി. ദാമ്പത്യത്തില് ആസക്തിയുള്ളവരുടെ ചേർച്ച, അവരോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം വിസ്തരിച്ചു പറയാണ്.
ഞാൻ ഏകനായിട്ട് ജലാന്തർഭാഗത്തില് തപസ് ആചരിച്ചിരുന്നു. അവിടെ ആ മത്സ്യങ്ങളുടെ ദർശന ഫലമായിട്ട് അവരുടെ വിഷയസുഖം അനുഭവിച്ചുകൊണ്ട് ആ മൈഥുനാസക്തി എന്നെയും ബാധിച്ചു. അങ്ങനെ 50 കന്യകമാരെ സ്വീകരിച്ചു. ഒരേ കാലത്തിൽ അവരോട് ചേർന്ന് സുഖിച്ച് ആനന്ദിക്കാൻ വേണ്ടി യോഗശക്തി കൊണ്ട് 50 സ്വരൂപങ്ങളെ അംഗീകരിച്ചു. അങ്ങനെ ഏകനായ ഞാൻ 50 ഭവിച്ചു. ഓരോ ഭാര്യമാരിലും 100 പുത്രന്മാരെ സൃഷ്ടിച്ചതുകൊണ്ട് പിന്നെ 5000 സ്വരൂപമുള്ളവനായിട്ട് ഭവിച്ചു. അത് ആത്മാവൈ പുത്രനാമാസി എന്ന പ്രമാണപ്രകാരമാണ്. അത് ആത്മാവ് തന്നെയാണല്ലോ പുത്രന്മാർ, അതുകൊണ്ടാണ് 5000 സ്വരൂപം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇഹലോക പരങ്ങളിൽ സുഖാനുഭവത്തിനായിട്ട് എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, എന്തൊക്കെ ചെയ്താലാണ് സുഖം ഉണ്ടാവുക എന്ന് വിചാരിച്ച് അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിനെല്ലാം കാരണം ആ മായാഗുണങ്ങളോടുള്ള സംബന്ധ നിമിത്തം എൻ്റെ വിചാരശക്തി നശിച്ചു, എൻ്റെ വിവേകം നശിച്ചു. അപ്പോ വിഷയസുഖ അനുഭവം തന്നെയാണ് പരമപുരുഷാർത്ഥം എന്നുള്ള ആ തെറ്റായ ബോധം, അങ്ങനെ ആ ബോധം കൊണ്ട് ബലപ്പെട്ട് വന്നതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അദ്ദേഹം വളരെ പശ്ചാത്താപത്തോടുകൂടി ചിന്തിക്കുകയാണ്. ഏവം വസൻ ഗൃഹേ കാലം വിരക്തോ ന്യാസമാസ്ഥിത വനം ജഗാമാനുയയു തൽപത്ന്യ പതിദേവതാ. ഏവം ഗൃഹേ കാലം വസൻ, ഇപ്രകാരം ഗൃഹത്തിൽ ബഹുകാലം വസിക്കുന്നവനും വിരക്തിയെ പ്രാപിച്ചവനും ന്യാസം ആസ്ഥിത, കർമ്മസന്യാസത്തെ സ്വീകരിച്ചവനുമായിട്ട് വനം ജഗാമ, വനത്തെ ഗമിച്ചു. പതിദേവതാഹ, പതിവ്രതകളായ തൽപത്ന്യ, അദ്ദേഹത്തിന്റെ പത്നിമാരും അനുയയും അനുഗമിച്ചു. അങ്ങനെ പ്രകാരമുള്ള ചിന്ത നിമിത്തം വളരെ കാലം ആ ഗൃഹസ്ഥാശ്രമത്തില് വസിച്ചിരുന്ന ആ സൗഭരിക്ക് വിഷയത്തിൽ അങ്ങോട്ട് നല്ലോണം വിരക്തി അങ്ങോട്ട് വന്നു. അങ്ങനെ കർമ്മമാർഗത്തെ ഉപേക്ഷിച്ച് വീണ്ടും തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ആ പതിവ്രതകളായ പത്നിമാരും അദ്ദേഹത്തിന്റെ ഒരുമിച്ച് പോയി. ഇതേവരെ അദ്ദേഹത്തിന്റെ കൂടെ അത്രയും സുഖം അനുഭവിച്ച് ജീവിച്ചപ്പോൾ അദ്ദേഹം പറയണത് ശരിയാണെന്ന് അവർക്കും മനസ്സിലായി. അവരും അദ്ദേഹത്തിന്റെ കൂടെ കാട്ടിലേക്ക് പോയി. 50 പേരും. തത്ര തപ്ത്വാ തപസ്തീക്ഷ്ണം ആത്മകർഷണമാത്മവാൻ സഹൈവാഗ്നിഭിരാത്മാനം യോജ പരമാത്മനി. തത്ര അവിടെ ആത്മവാൻ തത്വജ്ഞാനിയായ അദ്ദേഹം ആത്മകർഷണം, ശരീരത്തെ ശോഷിപ്പിക്കുന്ന തീക്ഷ്ണം തപ്ത്വ, തീവ്രമായ തപസ്സു ചെയ്തിട്ട് അഗ്നിഭിസ്സഹ, അഗ്നികളോടുകൂടി ആത്മാനം, ആത്മാവിനെ പരമാത്മാവിൽ യോജിപ്പിച്ചു. അങ്ങനെ തത്വജ്ഞനായ ആ സൗഭരി മഹർഷി വനത്തിലെ അതികഠിനമായ തപസ് ചെയ്ത് ശരീരത്തെ ശോഷിപ്പിക്കുന്നതായ ആ കഠിന തപസ് ചെയ്തു. അഗ്നിഹോത്രാദി കർമ്മങ്ങളെയൊക്കെ ജ്ഞാന അഗ്നിയിൽ സമർപ്പിച്ചു. ജ്ഞാനം തന്നെയാണ് ആത്മസ്വരൂപമെന്ന് ധരിച്ച് അങ്ങനെ ഈ സംസാരത്തിൽ നിന്ന് മുക്തനായി അദ്ദേഹം. സ്വപത്യുർമഹാരാജ നിരീക്ഷ്യാധ്യാത്മകീം ഗതിം അന്വേയോത്തൽപ്രഭാവേണ അഗ്നിം ശാന്തമിവാർച്ചുഷ. ശിവശിവബ്രഹ്മർഷി പറയണു, ഹേ മഹാരാജാവേ, അവർ സ്വപത്യു, അവരുടെ ഭർത്താവിന്റെ ആധ്യാത്മികീം ഗതിയും ആത്മസായുജ്യത്തെ നിരീക്ഷ്യ കണ്ടിട്ട്, തൽപ്രഭാവേണ അദ്ദേഹത്തിന്റെ പ്രഭാവത്താൽ, ശാന്തം അഗ്നി, ശാന്തമായ അഗ്നിയെ, അർച്ചിഷ ഇവ ജ്വാലകൾ എന്ന പോലെ, തം അന്വിയോ അദ്ദേഹത്തെ അനുഗമിച്ചു. ശ്രീ ശുഖബ്രഹ്മർഷി ഇതാ പറയണു, ഹേ മഹാരാജാവേ, ഭർത്താവ് പരമാത്മാവിൽ ലയിച്ചത് കണ്ടപ്പോ ആ ഭാര്യമാര് അദ്ദേഹത്തിന്റെ ആ തപപ്രഭാവ നിമിത്തം ശാന്തമായ അഗ്നിയോടുകൂടി ജ്വാലകൾ അടങ്ങുന്നത് പോലെ അവരും ആ യോഗിയോട് തന്നെ ചേർന്ന് പരമാത്മസായുജ്യത്തെ പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ തപപ്രഭാവം കൊണ്ടാണ് അവർക്കും ആ ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിനോട് കൂടി ചേർന്നത് കൊണ്ട് അവരും ആ പരമാത്മാവ് തന്നെ ലയിക്കാൻ അവർക്ക് സാധിച്ചു. അവര് പരമാത്മസായുജ്യത്തെ പ്രാപിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഇക്ഷ്വാകുവംശ നിരൂപണം നാമ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 6ാമത്തെ അധ്യായം ശ്രീ ഗുരുവായൂരപ്പനിൽ ശ്രീഹരിയുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.